കർഷകക്ഷേമത്തിലൂന്നിയ ഭരണവുമായി ഹരിയാനയിൽ നായബ് സിംഗ് സൈനി സർക്കാർ. ജലസംരക്ഷണത്തിനും വിളവൈവിധ്യവത്കരണത്തിനും വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നു. ദക്ഷിണ ഹരിയാനയിലെ കർഷകർക്കായി 14 കോടിയുടെ പദ്ധതികളാണ് പുതുതായി നടപ്പിലാക്കുന്നത്. കർഷകക്ഷേമത്തിനും കാർഷിക മേഖലയിലെ ശക്തവും മത്സരാധിഷ്ഠിതവും സുസ്ഥിരവുമായ വളർച്ചയ്ക്കും നായബ് സിംഗ് സൈനി സർക്കാർ സദാ പ്രവർത്തനക്ഷമമാണ്. ദക്ഷിണ ഹരിയാനയിലെ കർഷകർക്ക് വാരിക്കോരിയാണ് സൈനി സർക്കാർ നൽകുന്നത്. മഹേന്ദ്രഗഡ് ജില്ലയ്ക്കായി 14 കോടി രൂപയുടെ 7 ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. വിവിധ ഗ്രാമങ്ങളിലായി 3250 ഏക്കറിലധികം പ്രദേശത്ത് ജലസംരക്ഷണ നടപടികൾ നടപ്പിലാക്കും. ജലസംഭരണവും ഭൂഗർഭ റീചാർജും ഇവിടങ്ങളിൽ നടപ്പിലാക്കും. പഥർവ, ജവഹർ നഗർ, നാങ്കൽ എന്നിവിടങ്ങളിൽ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 460.13 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത്. മേഖലയിലെ 600 ഏക്കർ കൃഷിഭൂമിക്ക് ഇതിലൂടെ ജലസേചനം സാധ്യമാക്കും. കർഷകരുടെയും ഉപഭോക്താക്കളുടെയും താൽപര്യങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുന്ന കാർഷിക നയമാണ് സൈനി സർക്കാരിൻ്റേത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും ഉൽപാദന ചെലവ് ഉയർത്തുന്ന വെല്ലുവിളികൾ പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് സൈനി സർക്കാർ. കൃത്യമായ വിപണി ഇടപെടലുകളും സർക്കാർ നടത്തിവരുന്നു. മഹേന്ദ്രഗഡിലെ ഗ്രാമത്തിൽ ജലസംഭരണി നിർമ്മിക്കാൻ 258.63 ലക്ഷം രൂപ അനുവദിച്ചു. 450 ഏക്കറിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചുള്ള ജലസേചനത്തിനും ഭൂഗർഭ റീചാർജിങ്ങിനും ജലസംരക്ഷണത്തിനും ഈ ജലസംഭരണി പ്രയോജനപ്പെടും. ഡാലാവാസ് ഗ്രാമത്തിലും സമാനമായ പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 150 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. കാർഷിക ഉൽപാദന ചെലവ് ഉയർത്തുന്ന വെല്ലുവിളികൾ പരിഹരിക്കാനും സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നു. കർഷകരുടെ വർദ്ധിക്കുന്ന ആവശ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുകയാണ് സൈനി സർക്കാർ. സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിച്ച് കാർഷിക ആശ്രയത്വം കൂട്ടാനും ശ്രദ്ധിക്കുന്നുണ്ട്. പരമ്പരാഗതമായി കാർഷിക സംസ്ഥാനമാണ് ഹരിയാന. എന്നാൽ നെല്ല്, ഗോതമ്പ് എന്നിവയെ മാത്രം ആശ്രയിക്കാതെ വിള വൈവിധ്യവൽക്കരണത്തിൽ ശ്രദ്ധിക്കാനും സംസ്ഥാനത്തിനാകുന്നു. എന്നിരുന്നാലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നെൽകൃഷി വർദ്ധിക്കുന്നു എന്നതും ഹരിയാനയുടെ പ്രത്യേകതയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നെൽകൃഷിയുടെ വിസ്തൃതി 35% വർദ്ധിച്ചെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2015 13.53 ലക്ഷം ഹെക്ടർ ആയിരുന്നത് 2024 18.37 ലക്ഷം ഹെക്ടറായി. 22 ജില്ലകളിലായി 4 ലക്ഷം ഏക്കറിൽ വിളവൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ. പരമ്പരാഗത വിളകൾക്കപ്പുറം വൈവിധ്യവൽക്കരണത്തിനും വിപണി ആവശ്യകതയുമായി പൊരുത്തപ്പെടാനും കർഷകരെ പ്രേരിപ്പിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ ഒരുപോലെ കർഷകക്ഷേമത്തിന് ഉതകുന്നവയാണ്. കർഷക താൽപര്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും സന്തുലിതമാക്കുന്ന നയം രൂപീകരിക്കാൻ സൈനി സർക്കാർ മുൻകൈയെടുക്കുകയാണ്. മാധോഗഡ് ഡിസ്ട്രിബ്യൂട്ടറിയിൽ നിന്ന് മാധോഗഡ് താഴ്വരയിലേക്ക് ജലമെത്തിക്കാൻ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കും. പുതിയ പമ്പ് ഹൗസ് നിർമ്മാണം, അനുബന്ധ ജോലികൾ, 3 വർഷത്തെ പരിപാലനം എന്നിവയ്ക്കായി അനുവദിച്ചത് 146,73,000 രൂപയാണ്. ഭൂഗർഭ ജല റീചാർജിങ്ങിനും മാധോഗഡ്, ഡാലാവാസ്, രാജാവാസ് ഗ്രാമങ്ങളിലെ 650 ഏക്കർ സ്ഥലത്ത് ജലസേചനത്തിനും ഇത് തുണയാകും. മണ്ഡിവലി ഗ്രാമത്തിലെ കുളം പുനരുജ്ജീവിപ്പിക്കും. 26.02 ലക്ഷം രൂപയുടെ പദ്ധതി പ്രദേശത്തെ കർഷകർക്ക് മാത്രമല്ല, പ്രദേശത്തെ ഭൂഗർഭ ജലനിരപ്പ് മെച്ചപ്പെടുത്താനും സാധിക്കും. ഗഠി ഗ്രാമത്തിലെ കുളവും പുനരുജ്ജീവിപ്പിക്കാൻ ധാരണയായി. ഗഠി, ബാസ് ഗ്രാമങ്ങളിൽ ജലസേചനത്തിനും ഭൂഗർഭ ജല റീചാർജിങ്ങിനും പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 237.28 ലക്ഷം രൂപയാണ് വകയിരുത്തുന്നത്. 1,21 ലക്ഷം രൂപ ചെലവിൽ ദോഹാൻ നദി പുനരുജ്ജീവിപ്പിക്കും. ജാട്ട്പാലി ഗ്രാമവാസികൾക്ക് പദ്ധതി സഹായകമാകും. ദക്ഷിണ ഹരിയാനയിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ ജലസേചനം ഉറപ്പാക്കി കൃഷിക്ക് അനുകൂലമാക്കാനും സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നു. സർക്കാരിന്റെ ജലസംരക്ഷണ പദ്ധതിയായ മീറ പാനി, മീരി വിറാസത്തും കർഷകരെ പരുവപ്പെടുത്തുന്നു. വിള വൈവിധ്യവൽക്കരണം, സുസ്ഥിര കൃഷിക്ക് ഊന്നൽ നൽകൽ, പാരമ്പര്യേതര കൃഷി പ്രോത്സാഹിപ്പിക്കൽ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകളും പയർവർഗ്ഗങ്ങൾ, പരുത്തി, ചോളം, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ തുടങ്ങി ജല ആവശ്യകത കുറഞ്ഞ വിളകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ഏക്കറിന് 7,000 രൂപയാണ് പ്രോത്സാഹനമായി നൽകുന്നത്. വളലഭ്യത ഉറപ്പാക്കാനും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പ്രാദേശിക വിളകളെ അടിസ്ഥാനമാക്കി ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾക്കായി കർമ്മ പദ്ധതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി നിർദ്ദേശം നൽകി. ചെറിയ ക്ലസ്റ്ററുകൾ തിരിച്ചറിയാനും
അതിനനുസരിച്ച് മികവിന്റെ കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്.